മൂന്ന് തരത്തിലുള്ള പാരന്റിംഗ് ഉണ്ട്. ഒന്ന് നല്ല ഫ്രീഡം നൽകുന്ന ലിബറൽ പാരന്റിംഗ്. എനിക്കൊന്നും കിട്ടിയിട്ടില്ല സ്വാതന്ത്ര്യം, കംപ്ലീറ്റ് സ്വാതന്ത്ര്യം കൊടുക്കുക. ചില ആൾക്കാർ ഇപ്പൊ അങ്ങനെ ചെയ്യാറുണ്ടാവും. മോഡേൺ സൊസൈറ്റിയിൽ അങ്ങനെ ഒരു സംഗതി ഉണ്ടാവും. എനിക്ക് എന്റെ ഉപ്പ അല്ലെങ്കിൽ എന്റെ മാതാവ് അല്ലെങ്കിൽ എന്റെ പിതാവ് എനിക്ക് സ്വാതന്ത്ര്യം തന്നിട്ടില്ല, അതുകൊണ്ട് 100% സ്വാതന്ത്ര്യം ഞാൻ തരാം. എന്റെ മക്കൾക്ക് എനിക്ക് കിട്ടാത്തതൊന്നും എന്റെ മക്കൾക്ക് കിട്ടാതിരിക്കരുത്, എല്ലാം കൊടുക്കുന്ന സ്വാതന്ത്ര്യം. ലിബറൽ പാരന്റിംഗ് എന്ന് പറയും. അടുത്തത് എന്താണ്? അതോറിറ്റേറിയൻ പാരന്റിംഗ് എന്ന് പറയും. അതോറിറ്റേറിയൻ പാരന്റിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കൺട്രോളിങ്. സെയിം ഫാദറിന്റെ അതേ സംഗതി റിപ്പീറ്റ് ചെയ്യുക. ചിലപ്പോൾ എന്താ വെച്ചാൽ ഭയങ്കരമായിട്ട് കൺട്രോളിംഗ് ആയിട്ടുള്ള, ഒന്നിനും ചെയ്യാൻ സമ്മതിക്കാതെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് സംസാരിച്ചിട്ട്, കാരണം എന്താ വെച്ചാൽ സ്വന്തം ദേഷ്യം കൺട്രോൾ ചെയ്യാൻ കഴിയില്ല, മക്കൾ ഏതെങ്കിലും ഉണ്ടായി വളർത്തണം, ഇതൊരു തലവേദനയാണെന്നുള്ള രീതിയിൽ മനസ്സിലാവുന്നുണ്ടോ? ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം പ്രയാസമുണ്ട്. ഈ പ്രയാസം ഉള്ളതുകൊണ്ട് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. ഈ ദേഷ്യം കുട്ടികളുടെ മുകളിൽ എടുക്കുക. കാരണം ജോലിക്ക് പോകണം, വരുമാനം ഉണ്ടാക്കണം, ഭാര്യയുടെ പ്രശ്നങ്ങൾ തീർക്കാനുണ്ട്, മക്കളുടെ പ്രശ്നങ്ങൾ തീർക്കാനുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്, പ്രശ്നങ്ങൾ, ഇതിന്റെ ഒക്കെ ഇടയിൽ ഓടുന്നതിനിടയിൽ സാമ്പത്തിക പ്രയാസങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. ഇതിന്റെ ഇടയിലാണ് കുട്ടി എന്ത് ചെയ്യുന്നത്? തോന്നിമാരി കാര്യങ്ങൾ ചെയ്യുമ്പോൾ കൺട്രോൾ കിട്ടൂല. റൈറ്റ്? നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അതാണ് അതോറിറ്റേറിയൻ പാരന്റിങ്. കാരണം എന്താ വെച്ചാൽ ഇതിന്റെ പ്രോബ്ലം നമ്മളുടെ ട്രോമ നമ്മൾ ഹീൽ ചെയ്തിട്ടുള്ള ചെറുപ്പത്തിലുള്ള ദേഷ്യം സംഗതികൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പഠിച്ചിട്ടുള്ള മക്കളുടെ ഇത് അതോറിറ്റേറിയൻ പാരന്റിംഗ് ആയിട്ട് മാറും. ഈ പാരന്റിംഗ് ഒരു സൈഡിൽ നടക്കുന്നത് അതോറിറ്റേറിയൻ പാരന്റിംഗ്. മറ്റൊരു പാരന്റിംഗ് എന്താണ്? ലിബറൽ പാരന്റിംഗ്. ഇത് രണ്ടും അല്ല വേണ്ടത്, ഡെമോക്രാറ്റിക് പാരന്റിംഗ് ആണ് വേണ്ടത്. ഇതിന്റെ രണ്ടിന്റെയും മിഡിലാണ്. പക്ഷെ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ പാരന്റ് എന്തായിരിക്കണം? ചെറുപ്പത്തിൽ അനുഭവിച്ചിട്ടുള്ള ട്രോമാസ് ഹീൽ ചെയ്യണം.